നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കളർ എന്താണോ അതാണ് മനുഷ്യന്റെ ഒറിജിനൽ കളർ. വെളുപ്പ് കലർന്ന ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം എന്ന് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം എന്ന് പറഞ്ഞാല് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെളുത്ത ശരീരമാണ്. അതിൽ സ്വർണത്തിന്റെ കളർ കൂടിയിട്ടുണ്ടായിരുന്നു. അതാണ് ചുവപ്പ് കലർന്ന വെളുത്ത നിറം എന്ന് പറയുന്നത്. കഴിഞ്ഞ റബീഉൽ അവ്വലിന്റെ മുമ്പത്തെ റബീഉൽ അവ്വലിലെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ എന്നോട് ചോദിച്ചു, നബി തങ്ങളെ കിനാവിൽ കാണാൻ ഏത് സ്വലാത്താ ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാനതിന് പറഞ്ഞ മറുപടി, സ്വലാത്ത് ചൊല്ലൽ നാലാമത്തെ കാര്യമാണ്. അതിന്റെ മുന്നേ 3 കാര്യം ചെയ്യാനുണ്ട്. 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് നാലാമത്തത് സ്വലാത്ത് ചൊല്ലലാണ്. അപ്പൊ ആദ്യമായി ഉണ്ടാവേണ്ടത് ഒരാളെ കിനാവിൽ കണ്ടാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് മനസ്സിലാകാൻ ആവശ്യമായ അറിവുണ്ടായിരിക്കണം. അതാണ് ആദ്യം. അതിന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ കുറിച്ച് പഠിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലെങ്ങനെയാണ്, കണ്ണെങ്ങനെയാണ്, മൂക്കെങ്ങനെയാണ്, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവി എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നടന്നിരുന്നത്, നബി തങ്ങൾ എങ്ങനെയാണ് ഇരുന്നിരുന്നത്. ഇങ്ങനെ ആദ്യം വേണ്ടത് നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം പഠിക്കലാണ്. അതിന് ശമാഇലുകൾ എന്നാണ് പറയുന്നത്. ശമാഇലുകൾ, ദലായിലുകൾ, ഫളായിലുകൾ, ഖസായിസുകൾ, ഇങ്ങനെ 4 എണ്ണമാണ്. ഒന്നാമത്തേത് ശമാഇൽ, മുത്തുനബിയുടെ ശരീരം എങ്ങനെയാണെന്ന് പഠിക്കുക. രണ്ടാമത്തേത് ദലായിലുകൾ, നുബുവത്തിന്റെ തെളിവുകൾ പഠിക്കുക. മൂന്നാമത്തേത് ഖസായിസുകൾ, മുത്തുനബിയുടെ പ്രത്യേകതകൾ പഠിക്കുക. നാലാമത്തേത് ഫളായിലുകൾ, നബി തങ്ങളുടെ പോരിശകൾ പഠിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 കാര്യങ്ങളാണ് ആദ്യം അറിയേണ്ടത്. അപ്പോഴാണ് നബി തങ്ങളെ കാണാൻ പറ്റുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കൊക്കെ അവസരം തരട്ടെ. ഉറക്കത്തിൽ കാണാൻ മാത്രം ആഗ്രഹിച്ചാൽ പോരാന്നാണ്. നബി തങ്ങളെ ഉണർച്ചയെ തന്നെ കാണുന്ന ഷാ വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞിട്ടുണ്ട്. ഉറക്കത്തിൽ മാത്രമൊന്നല്ല, ഉണർച്ചയിൽ തന്നെ കാണുമെന്ന്. അതിനു വേണ്ടത് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കണം. അതിൽ ഒന്നാമത്തേത് ശമാഇലുകൾ പഠിക്കലാണ്. നബി തങ്ങളുടെ ശരീരം എങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിന്റെ ഉള്ളിലെ വെളുപ്പ് ശക്തമായ വെളുപ്പും ആ വെളുപ്പിന്റെ നടുവിലുള്ള കൺമണിയുടെ കറുപ്പ് ശക്തമായ കറുപ്പുമാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ ഇന്നലെ നബി തങ്ങളെ കണ്ടു, കണ്ണ് വെള്ളാരം കല്ലിന്റെ മാതിരിയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല എന്ന്. കാരണം മുത്തുനബിയുടെ കണ്ണ് അങ്ങനെയല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ശമാഇലുകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണെന്ന് പഠിച്ചാലാണ് കണ്ടത് നബിയാണോ അല്ല എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അത് വലിയ പ്രയാസമൊന്നുമില്ല പഠിക്കാൻ. ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് തന്നെ നമ്മൾ പഠിക്കും. ഒന്നാമത്തെ കാര്യം അതാണ് നബി തങ്ങളുടെ ശരീരം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ മദ്രസയെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അധികം നീളമുള്ള ആളോ കുറിയ ആളോ അല്ല, ഒത്ത ശരീരപ്രകൃതമാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ മിനിഞ്ഞാന്ന് നബി തങ്ങളെ കിനാവിൽ കണ്ടു, നല്ല തടിയാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ കണ്ടാൽ തടിച്ചിട്ടാന്ന് പറയാൻ കഴിയൂല. നേരെ ഓപ്പോസിറ്റും പറ്റൂല. ഒരാൾ പറഞ്ഞു, ഞാൻ ഇന്നലെ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, മെല്ലിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മുസ്തഫായ നബി തങ്ങൾ മെല്ലിച്ച ആളല്ല. ഇനി അധികം നീളമുള്ള ആളോ കുറിയാളോ അല്ല. ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു, നബി നീണ്ടിട്ടാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല എന്ന്. കാരണം നബി തങ്ങളെ കണ്ടാൽ ഒരാൾക്ക് ഒരു നീളമുള്ള ആളാന്ന് പറയാൻ കഴിയൂല.
എന്നാൽ നബി തങ്ങൾ കുറിയാളാണെന്ന് പറയാനും കഴിയൂല. ഇതാണ് ശമാഇലുകൾ പഠിക്കൽ. അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീണ്ട താടിയുണ്ടായിരുന്നു. അങ്ങിങ്ങായി ഓരോ രോമങ്ങൾ നിരച്ചതുണ്ട്. എണ്ണ തേച്ച് വാർന്നിട്ടാൽ കറുത്ത മുടികൾക്കിടയിൽ വെളുത്ത മുടികൾ പെട്ടതിനാൽ കാണൽ പതിവുണ്ടായിരുന്നില്ല. അടുത്ത ആൾക്കാർക്ക് എണ്ണാൻ പറ്റും. 20-ൽ താഴെ മുടികളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയൊക്കെ പാറ്റ നരച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. ഇത് പഠിക്കുന്നതാണ് ശമാഇലുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മുഴുവനായും പഠിക്കണം. അല്പം നീണ്ടതും അഗ്രഭാഗം വളഞ്ഞതുമായ മൂക്കാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 14-ാം രാവിലെ ചന്ദ്രനെ പോലെ വട്ടത്തിലുള്ള മുഖമായിരുന്നു ഉണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലക്ഷണമൊത്ത ചെവികളാണ് നബി തങ്ങൾക്കുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുളിച്ചതിന് ശേഷം എണ്ണ തേച്ച് ബാക്കിലേക്ക് വാർന്നിട്ട് തൊപ്പി ധരിച്ച് അതിന്റെ മുകളിൽ തലപ്പാവ് ധരിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥിരമായ രീതി. ഇടയ്ക്ക് അപൂർവമായി മുത്തുനബി തൊപ്പി മാത്രവും ധരിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ നബിനെ കണ്ടു, മുടിയൊക്കെ ഇങ്ങനെ പാറി പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ മനസ്സിലായി ഓൻ കണ്ടത് നബിനല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എണ്ണ തേച്ച് വാർന്നിടുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതുതന്നെ തൊപ്പി ധരിക്കൽ പതിവുണ്ടായിരുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുപ്പായം ധരിക്കാതെ ആരും കാണൽ പതിവില്ല. നബി തങ്ങളുടെ ശരീരം ആരും കാണൂല. പരിശ്രമിച്ച ആളുകൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. കമീസ് ധരിക്കാതെ നബി തങ്ങൾ നടക്കാൻ പതിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു, കുപ്പായിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം പഠിക്കണം. നബി തങ്ങളുടെ സംസാരം കാന കലാമൻ ഫസ്ലൻ യഫ്അമുഹു കുല്ലു മൻ യസ്മഉഹു. കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള വിട്ടുപിരിഞ്ഞ സംസാരങ്ങളായിരുന്നു നബി തങ്ങൾക്കുണ്ടായിരുന്നത്. യഫ്ഹമുഹു അതിനെ മനസ്സിലാക്കും, കുല്ലു മൻ യസ്മഉഹു കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കും. കുട്ടികൾ കേട്ടാൽ അവർക്കും മനസ്സിലാവും, മുതിർന്നവർ കേട്ടാൽ അവർക്കും മനസ്സിലാകും. എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള വിട്ടുപിരിഞ്ഞ സംസാരമാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിനോട് എന്തോ പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലായി, ഓൻ കണ്ടത് നബിനല്ല എന്ന്. കാരണം മുത്തുനബിയുടെ സംസാരം മനസ്സിലാകാതിരിക്കുകയില്ല എന്നത് അവിടുത്തെ പ്രത്യേകതയാണ്. ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ എല്ലാവരും കാണുന്ന തരത്തിൽ അല്പം ഉയരത്തിൽ ഇരിക്കലായിരുന്നു പതിവ്. അപ്പൊ ഒരാൾ പറഞ്ഞു, ഞാൻ നബി തങ്ങളെ കണ്ടു, ഒരു റൂമിൽ വാതിലിന്റെ മുക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഓൻ കണ്ടത് നബിനല്ല എന്ന്. കാരണം നബി അങ്ങനെ ഇരിക്കൂല, അത് നമ്മളെ ഇരിക്കുള്ളൂ. വെള്ളിയാഴ്ച പള്ളിക്ക് ജുമഅക്ക് എന്നാൽ വരെ വാതിലിന്റെ മുക്കിൽ നമ്മൾ ഇരിക്കുക. നബി തങ്ങൾ അങ്ങനെ ഇരിക്കൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അങ്ങനെ കാണൂല. ഇതാണ് ശമാഇലുകൾ പഠിക്കൽ. ഇങ്ങനെ പുണ്യ നബിയുടെ ശരീരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോൾ ഒരു ചെറിയ കുന്നിൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെയുള്ള നടത്തമായിരുന്നു. നബി തങ്ങൾ നടക്കുന്നത് കണ്ടാല് കുന്നിറങ്ങി വരുന്നത് പോലെയാണ്. മുൻവശത്തേക്ക് ഒരൽപ്പം കുനിഞ്ഞ് സ്പീഡിലുള്ള നടത്തം, അതാണ് കുന്നിറങ്ങി വരുന്ന നടത്തം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നബി തങ്ങൾ നടന്നിരുന്നത്. ഒരാൾ പറഞ്ഞു, ഞാൻ നബിനെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ കൈയും കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിനല്ല എന്ന്. കാരണം മുത്തുനബി ബാക്കിലേക്ക് കൈ കെട്ടി നിൽക്കൽ പതിവില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇത് പഠിക്കുന്നതാണ് ശമാഇലുകൾ. ഒന്നാമത്തത് അതാണ് പഠിക്കേണ്ടത്.